ഗൈസ്, ഇന്ന് ശരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. സി ഗൈസ്, എൻ്റെ ഫേസ് ഫുള്ള് പോയിരിക്കുക. ഞാൻ ഇവിടെ അടുത്തൊരു പാർലറിൽ വാക്സ് ചെയ്യാൻ പോയായിരുന്നു. നമുക്ക് കുറച്ച് തടി മീശയൊക്കെ ഉള്ളതുകൊണ്ട് വാക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ വാക്സ് ചെയ്യാൻ പോയപ്പം പറ്റിയൊരവസ്ഥയാണ്. സോ അതുകൊണ്ട് കുറച്ച്, പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വേറൊരു വ്യത്യാസം കാണാൻ പറ്റും. ഞാൻ മുടി ബോക്ടോക്സ് ചെയ്തു. സോ ഹെയർ ഇപ്പോൾ ഭയങ്കര സിൽക്കി സ്മൂത്തിയാണ്. എന്തായാലും ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഞാനൊരു വൈറലായിട്ടുള്ളൊരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് പലർക്കും ഊഹിക്കാം, ഇത് തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേറൊന്നുമല്ല, സ്റ്റാൻലി കപ്പും അതിൻ്റെ ഒരു വൈറൽ ഡ്യൂപ്പ് ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, എനിക്ക് പൊതുവേ ഈ ക്യൂട്ടായിട്ടുള്ള സിപ്പർ ബോട്ടിൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു വട്ടം കോവിഡ് ടൈം ആണെന്ന് തോന്നുന്നു, ഈ സൊളാറയുടെ മോട്ടിവേഷണൽ ബോട്ടിൽ വൈറലായിരുന്നു. സോ ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ പുറകെ ആയിരുന്നു. ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന കമ്പനി പോലും എന്നെപ്പോലെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു ആ സൊളാറോ ബോട്ടിൽസ് മാത്രം യൂസ് ചെയ്യുന്നവർ. സോ ആ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും, ഭയങ്കര വൈറലായ ഒരു മോട്ടിവേഷണൽ ജിം ബോട്ടിലാണ്. അതുകൂടാണ്ട് വൈറലായ വേറൊരു ബോട്ടിലുണ്ട്. അത് ബോട്ടിലല്ല, അതൊരു ടംബ്ലറാണ്, സ്റ്റാൻലി കപ്സ്. പുറത്തുള്ളവർക്കൊക്കെ അറിയാം, ഈവൻ ഇന്ത്യയിലുള്ളവർക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളവർക്കൊക്കെ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവർക്ക്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു ട്രെൻഡാണ് ഈ സ്റ്റാൻലി കപ്പ് ട്രെൻഡ്. എനിക്കും ആ ഒരു ട്രെൻഡ് ഇറങ്ങിയപ്പോൾ തൊട്ട് സ്റ്റാൻലി കപ്പ് വാങ്ങണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ ആമസോണിലൊക്കെ ചെക്ക് ചെയ്തു. പക്ഷേ അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒരു വാട്ടർ ബോട്ടിലിന് 10,000 17,000 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞാൽ എനിക്കത് വാങ്ങാനുള്ള ഒരു വകുപ്പും ഇല്ല. സോ ഞാനത് ആ ഒരു ഒരു ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു. സ്റ്റാൻലി കപ്പ് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വൈറലായ വേറൊരു ടംബ്ലർ ഉണ്ട്. അത് ഈക്വലി ഗുഡ് ആസ് എ സ്റ്റാൻലി കപ്പ്. അതാണ് ഹൗസ് ഓഫ് ക്യൂർക്കിൻ്റെ സ്റ്റാൻലി കപ്പ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ക്യൂർക്കിൻ്റെ 1.2 ലിറ്റർ ബിഗ് ടംബ്ലർ എന്ന് പറയാം. സോ ഞാൻ ഇന്ന് ആ ഒരു ടംബ്ലറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻലി കപ്പ് എന്ന് വിളിക്കാം. പൊതുവെ ഏതൊരു ബ്രാൻഡിൽ നിന്ന് വന്നാലും ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ്, ആ ഒരു ബോട്ടിൽ സ്റ്റാൻലി കപ്പ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും എന്നെനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അറിവിൽ സ്റ്റാൻലി കപ്പാണ് അത് വൈറലാക്കിയത്. സോ അന്ന് തൊട്ട് നമ്മൾ ആ ഒരു ടംബ്ലറിലുള്ള എല്ലാവരുടെയും സ്റ്റാൻലി കപ്പ് ഡ്യൂപ്സ്, സ്റ്റാൻലി കപ്സ് എന്നാണ് പൊതുവെ വിളിക്കാറ്. സോ എൻ്റെ കയ്യിലും ഒരു സ്റ്റാൻലി കപ്പ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ അത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ്. ഞാനിതൊരു 5 months 6 months ബാക്ക് ഒരെണ്ണം മേടിച്ചായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഫസ്റ്റ് മേടിച്ചത് ഈ ഒരു കപ്പാണ്. ഇത് ഓഫീസിൽ പോകാനാണെങ്കിലും ചുമ്മാ പുറത്ത് കറങ്ങാൻ പോകാനാണെങ്കിലും ഇല്ല വീട്ടിലാണെങ്കിലും ഞാൻ ഈ ഒരു ബോട്ടിൽ ഇല്ലാണ്ട് ഒരു 5 months ആയിട്ട് എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ സിപ്പർ ബോട്ടിൽസിനെ ഞാൻ അവോയ്ഡ് ചെയ്തു എനിക്കിത് കിട്ടിയതിന് ശേഷം. ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ ഒരു 2 straw കിട്ടും. പിന്നെ അവർക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വൈബ്രൻറ്റ് ഷെയ്ഡ്സിലുള്ള കളക്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ചതാണ്. ഇതൊരു ലിയോപ്പാർഡ് ഡിസൈനാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞാനിതിൽ വെള്ളം നിറച്ചാലും ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഇത് മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എതിർപ്പായിരുന്നു. ഇത് എനിക്ക് മേടിച്ചിട്ട് ഇതിപ്പം കൂടുതൽ സമയം യൂസ് ചെയ്യുന്നത് ഗിൽബർട്ടാണ്. സോ അവസാനം ഞാൻ ഒരു ഡിസിഷൻ എടുത്തു, ഇത് ഞാൻ ഗിൽബർട്ടിന് കൊടുത്തിട്ട് എനിക്കായിട്ട് ഞാൻ വേറൊന്ന് പുതിയത് വാങ്ങാമെന്ന്. അങ്ങനെ എനിക്കിന്ന് പുതിയ സ്റ്റാൻലി കപ്പ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ക്യൂർക്കിൻ്റെ ടംബ്ലർ ഡെലിവർ ആയിട്ടുണ്ട്. സോ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കണ്ടു ഗൈസ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ഷെയ്ഡ് ലാവൻഡർ. കാരണം ആമസോൺ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ എനിക്കിത് 999 കിട്ടി. ആമസോണിലാണെങ്കിൽ 1399 ഓർ 1499 ഓർ 1200 ആ ഒരു റേഞ്ചിലാണ്. ഓരോ ടൈമും ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഇതൊരു ഗുഡ് ഡീലായിരുന്നു ഫോർ 1000 rupees. സോ ഞാനിത് മേടിച്ചു. ഞാൻ നിങ്ങൾ എന്തായാലും ഈ ഒരു ഷെയ്ഡ് കാണിക്കാം. എനിക്ക് കളർ ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്, ലൈറ്റ് പർപ്പിൾ. സോ ഇതായിരിക്കും ഇനി തൊട്ടുള്ള എൻ്റെ ഒരു പുതിയ സ്റ്റാൻലി കപ്പ്. അത് ഞാൻ എഴുതി തള്ളി. അതിനി ഫുൾ ഗിൽബർട്ടിന് പാസ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 സ്ട്രോസ് കിട്ടും. ഒന്ന് ഇത് പ്ലാസ്റ്റിക്, ഏതൊരു ഹാർഡ് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്. കൈൻഡ് ഓഫ് സിലിക്കോൺ പോലെ തോന്നും, എങ്കിലും ഇത് പ്ലാസ്റ്റിക് ആണ്.
അതേപോലെ ഒരു മെറ്റലും ഒരു സിലിക്കോൺ സിപ്പറും. പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരു സ്മോൾ ബ്രഷ് പോലത്തതും കിട്ടും. സോ ഇതാണ് നമുക്ക് 999 കിട്ടുന്നത്. സോ ഇതിനുള്ള എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഒന്ന് ഇതിൻ്റെ ഒരു സ്റ്റേർഡി കൂൾ ലുക്ക്, പിന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല മാറ്റ് ഫിനിഷാണ്. അതേപോലെ തന്നെ നല്ല കോൾഡ് വാട്ടർ ആണെങ്കിലും ശരി, ഹോട്ട് വാട്ടർ ആണെങ്കിലും ശരി, ഇത് 24 hours ഇത് ഹോൾഡ് ചെയ്യും. 8 hours ഇത് ഹോൾഡ് ചെയ്യും. ബട്ട് ലീക്ക് പ്രൂഫ് അല്ല. അവർ പൊതുവെ ഇത് ലീക്ക് പ്രൂഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാം, ഇവിടെ ഒരു ഹോളുണ്ട്. നമ്മൾ ഈ സ്ട്രോ ഇടാൻ വേണ്ടി പൊതുവെ നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വാട്ടർ ലീക്ക് ആകും. സോ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു കവറിങ് ഇല്ല. സോ ഇത് ലീക്ക് പ്രൂഫ് ആണെന്ന് ഞാൻ പറയത്തില്ല. ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം നല്ല വലിപ്പമുള്ള ഒരു ടംബ്ലറാണ് ഗൈസ്. മാത്രമല്ല നമുക്കിത് കാർ ഹോൾഡേഴ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം. ട്രാവലിംഗ് എല്ലാത്തിനും ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. സോ അതാണ് എൻ്റെ ഈ ഒരു സ്റ്റാൻലി കപ്പ് സ്റ്റോറി. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഫ്ലിപ്കാർട്ടിലേതും ശരി ആമസോണിലേതും ശരി അവരുടെ വെബ്സൈറ്റ് പേജ് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യും. കാരണം അവർക്ക് കുറേ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. എനിക്ക് യെല്ലോ കളറും കൂടെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം യെല്ലോ കളർ ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ ഇത്രയും ബോട്ടിൽസ് മേടിച്ച് ഞാൻ എന്തോ ചെയ്യാനാണ്, ആ ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ലാവൻഡറിൽ ഒതുക്കി. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെപ്പോലെ ഇങ്ങനത്തെ ക്യൂട്ട് എസ്തെറ്റിക് ഐറ്റംസ് ഇഷ്ടമുള്ള ഗേളീസ്, പ്ലീസ് ഡു സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് hit the bell icon. Okay, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Until then, bye bye.